ഹലോ ഫ്രണ്ട്സ്, കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം പെട്ടെന്ന് തന്നെ അഖിലയുടെ മുഖത്ത് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അന്തം വിടുവാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എടി ഇത് അമ്മ അരച്ച് വെച്ച ദോശയ്ക്ക് വേണ്ടി അരച്ച് വെച്ച മാവല്ലേ നീ എടുത്ത് മുഖത്ത് തേച്ചേക്കുന്നത്, പോയി കഴുകിയിട്ട് വാടി, ഇത് അമ്മ എങ്ങാനും കണ്ടാൽ നിനക്കിട്ട് കിട്ടും. ഓ പിന്നെ അമ്മ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം, നീ എന്തിനേ അല്ലേ വന്നേക്കുന്നൊരു മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, പോയി കഴുകിയിട്ട് വാടി എന്ന് പറയാനുണ്ടോ. അപ്പോൾ അഖില പറയുന്നുണ്ട്, രാവിലെ നല്ല മണം വരുന്നുണ്ടല്ലോ, നീ കുടിച്ചോ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഇത് ബോഡി സ്പ്രേയുടെ മണമാന്ന് പറയാം കേട്ടോ. കള്ളം പറയല്ലേ, ജോലിക്കും കുലിക്കും പോവേയില്ലേ, കുടിക്കാനും വേണ്ടി നിനക്ക് എവിടുന്ന ഇത്ര കാശ് എന്ന് ചോദിക്കുക. കള്ളൻ, നീ എന്നെ കള്ളാന്ന് വിളിച്ചാണ്ടല്ലോ, കള്ളനിൻ്റെ അതും പറഞ്ഞ് ഗൗതം അവിടുന്ന് പോവാട്ടോ. അങ്ങനെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ വരികയാണ്, അഖിലയും മീനും കൂടെ. അങ്ങനെ നല്ല രീതിയിൽ അവരങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രഭാവതിയും കാഞ്ചനയും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം കുട്ടികളെല്ലാം പൈസ കൊടുക്കും, അതെല്ലാം അഖില നമ്മുടെ മുമ്പിൽ വെച്ച് എണ്ണയും ചെയ്യും, ഇനി എന്താ ചെയ്യുക, ട്യൂഷൻ ക്ലാസ് നിർത്താൻ വഴി നോക്കിയിട്ട് അതും കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കുട്ടി ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കുട്ടി കാഞ്ചനയെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂമിൽ പോകുന്നത്, അവിടെയൊക്കെ നീയാണോ വൃത്തികേടാക്കണേ, ഇനി എങ്ങാനും നീ അങ്ങോട്ട് പോയാൽ നിന്നെ ശരിയാക്കൂട്ടോ എന്ന് പറയുമ്പോൾ കുട്ടി പറയും, എന്നാൽ പിന്നെ ഞാനിനി ബാത്റൂമിൽ പോകുന്നില്ല, ഇവിടെ തന്നെ മൂത്രം ഒഴിക്കാം എന്ന് പറയണം. ആഹടാ നീ കൊള്ളാമല്ലോ, നീ ഒന്നിങ്ങോട്ട് വന്നേ, നീ ഒരു കാര്യം ചെയ്യ്, ആ കടയിൽ ചെന്ന് ഒരു 10 മുട്ട ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് താ. ഞാനോ? അതെ, നീ പോയി വാങ്ങിച്ചിട്ട് എന്നിട്ട് നീ മുട്ടായി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് കാഞ്ചന പൈസ കൊടുത്താൽ കൊച്ചിനെ കടയിലേക്ക് പറഞ്ഞു വിടുക കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഇവിടെ കാണുന്നില്ല കുട്ടിയെ. അങ്ങനെ മീന് പറയുന്നുണ്ട് അഖിലയോട്, ബാത്റൂമിൽ പോയ കുട്ടി ഇതുവരെ കണ്ടില്ലല്ലോ, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് മുട്ടയും വാങ്ങി വരുന്നത്. അപ്പോൾ ദേ അമ്മയും വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് പ്രഭാവതി വഴക്കൂറുന്നുണ്ട്, നീ എന്തിനാടി ഈ കൊച്ചിനെ മുട്ട വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടേ, അതിൻ്റെ അമ്മയോ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേയും ചോദിക്കുമ്പോൾ പറയണം, ആ പ്രശ്നമാവണം, അതിന് വേണ്ടിയിട്ടാണ് അമ്മ വരുമ്പോഴത്തേക്കും കടയിൽ പറഞ്ഞു വിട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഇങ്ങോട്ട് ട്യൂഷന് വിടുമോ, അങ്ങനെ എല്ലാവരെയും ട്യൂഷൻ നിർത്തിക്കാം അമ്മേ, എടി കൊള്ളാലോ നിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കാൻ കേട്ടോ. അപ്പോഴാണ് കുട്ടിയുടെ അമ്മ വരുന്നത് കേട്ടോ. അപ്പം തന്നെ കൊച്ചു മുട്ടയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊച്ചിന് വഴക്ക് പറയാം കേട്ടോ, നീ എവിടെയാടാ പോയത്, അത് ഞാൻ മുട്ട പറയാം, ആര് പറഞ്ഞിട്ട്, അതേ ഇവർ പറഞ്ഞിട്ടാ എന്ന് പറയാണ്, നിന്നെ ഞാൻ പഠിക്കാനാണോ ഇവിടെ വരുന്നത്, അതോ വീട്ടു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ വിടുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത്. അപ്പോഴേ മീനു വരുന്നുണ്ട്. അങ്ങനെ മീനുവിന് നല്ല വഴക്ക് പറയാം കേട്ടോ, നിങ്ങൾ എന്തിനാ കുട്ടിയെ ഇവിടെ വിടുന്നത്, പഠിപ്പിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് കാശ് തന്നു വരുന്നത്, മാസം 1000 രൂപയല്ലേ നിങ്ങൾ വാങ്ങുന്നത്, എന്നിട്ട് വീട്ടു ജോലിയാണോ എൻ്റെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നത്, നോക്കിക്കോ, ഞാൻ ഇതെല്ലാം മറ്റുള്ള രക്ഷകർത്താക്കളടുത്തും പറയും. അപ്പോഴത്തേക്കും അടുത്ത കുട്ടിയുടെ അമ്മയും വന്നു. അങ്ങനെ 1-2 പേരുടെ വരും, അങ്ങനെ 3 കുട്ടികളുടെ അമ്മമാരും വന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ബാക്കിയുള്ളവരോട് നമ്മളിങ്ങനെ പറയും, ആരും ഇനി ഇങ്ങോട്ട് വിടുന്നില്ല, കൊള്ളാമല്ലോ, മക്കളെ വീട്ടു ജോലി ചെയ്യിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വിടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചിട്ട് പോകുക കേട്ടോ. അങ്ങനെ അഖിലയും പ്രഭാവതിയും കൂടെ സന്തോഷമായിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് മീനുവിനോട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ഇനി നിങ്ങൾ എവിടെ നോക്കി കുട്ടികളെ പഠിപ്പിക്കും, തറയിൽ നോക്കി പഠിപ്പിക്കുമോ എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവുക, നിങ്ങൾക്ക് സമാധാനമായല്ലോ അല്ലേ എന്നിങ്ങനെ മീനുവും അഖിലയും കൂടെ ചോദിക്കട്ടോ. അപ്പോൾ അഖില പറഞ്ഞുകൊണ്ട്, ചേച്ചി ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, നമുക്കിത് ചോദിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പം മീന് പറയുന്നത്, വിട്ട് കളയടി, നമുക്ക് ഇപ്പോൾ ഇത് പ്രശ്നമാക്കണ്ട, അങ്ങനെയല്ലേ ചേച്ചി, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് 10 കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവരത് സമ്മതിക്കുന്നില്ലല്ലോ, ഞാനിതിന് പകരം ചെയ്യും, ഇല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ എന്ന് പറഞ്ഞ് അഖില പോകാൻ കേട്ടോ. മീനു നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് കുട്ടികളുടെ ട്യൂഷനൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നിങ്ങനെ അർജുൻ ചോദിക്കട്ടോ. അതെന്താ പെട്ടെന്ന് വിട്ടേ. അങ്ങനെ മീനു വിഷമത്തിൽ നിൽക്കുമ്പോഴത്തേ വീണ്ടും കിണ്ടി ചോദിക്കുമ്പോൾ മീനു കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം, ഇതുപോലെ കടയിൽ പറഞ്ഞ് വിട്ടതുമല്ല, ഇവരെ കൊണ്ട് ഞാൻ തോറ്റു, നീ വിഷമിക്കേണ്ട, ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മക്കൾ തന്നെ, എൻ്റെ പരിചയക്കാരും തന്നെയാണ്, നാളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എല്ലാവരെയും ഞാൻ ക്ലാസ്സിലെത്തിച്ചോളാം, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുക. എന്തായാലും സ്കൂളിലും വീട്ടിലും ഒന്നും സമാധാനത്തോടെ പഠിപ്പിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലേ മീനു, സ്കൂളിലോ അവിടെ എന്താ കുഴപ്പം, ഞാനിന്ന് രാവിലെ ചോറും കൊണ്ട് വന്നപ്പോഴേ അപർണിക ടീച്ചർ എന്നോട് അവിടുത്തെ നടന്ന കാര്യങ്ങളും സത്യൻ മാഷിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു, പക്ഷേ നീ മെഡിക്കായിട്ട് മറുപടി കൊടുത്തല്ലോ, അത് മതി, ഇനി കൂടുതൽ വിളച്ചിലെടുത്താൽ അയാളെ എൻ്റെ കൈ കണ്ടല്ലോ കരുത്ത്, ഇത് ഞാൻ മൺവട്ടി പിടിക്കുന്ന കൈയാ, ഇടിച്ച് ഞാൻ അയാളെ ചമ്മന്തിയാക്കും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ അവരങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ രാത്രി അഖില ഇങ്ങനെ വെള്ളമായിട്ട് റൂമിലേക്ക് കയറി വരുമ്പോഴാണ് ഗൗതം അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് കാല് തട്ടും പോലെ അഭിനയിച്ചിട്ട് നേരെ ഗൗതമിനെ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാട്ടോ. ഗൗതമാണെങ്കിൽ, എടി അങ്ങോട്ട് മാറി, നീ എന്താ ഈ കാണിച്ചത്, നാശം പിടിക്കേ, നീ മനഃപൂർവ്വം ഉമ്മ തന്നതല്ലേ ഡി എന്നൊക്കെ, എൻ്റെ കാലറിയാണ്ട് തട്ടിയതാന്ന് പറയുന്നിട്ട് പോയി ഉമ്മയെല്ലാം മാച്ച് കളയാട്ടോ. അപ്പോൾ അഖിലേക്ക് ദേഷ്യം പറഞ്ഞു. അഖില പറയണുണ്ട്, അങ്ങനെ മാച്ചാലൊന്നും പോവില്ല, ഉമ്മ മനസ്സിൽ തട്ടിയതാന്ന് പറയണേ. എടി ദുഷ്ടേ, എനിക്ക് നിന്നെ മനസ്സിലായി, നീ മനഃപൂർവ്വം ചെയ്തതാ, ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ എന്ത് ചെയ്യും, ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെ, ഞാൻ ഉമ്മ തന്നത് തന്നെ, നീ എന്ത് ചെയ്യും, ഇനിയും തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം പോയി ഉറങ്ങട്ടാകില്ലേയും തൊട്ടടുത്ത് കിടന്നുറങ്ങുക. എന്നിട്ട് ഉമ്മ കൊടുത്ത കാര്യം ഇങ്ങനെ ഓർത്ത് സന്തോഷിക്കുക കേട്ടോ. ഗൗതമിനോട് പറയണം, നിനക്ക് സന്തോഷമുണ്ട് ഞാൻ തന്നത്, പക്ഷെ നീ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഒന്ന് പോടി എണീറ്റ്, നിൻ്റെ ഒരു ഉമ്മയും കൊണ്ട് വന്നേക്കെന്ന് പറഞ്ഞ് ഗൗതം കിടന്നുറങ്ങട്ടോ. കടലിൽ ചെന്ന് കൂടെ കിടക്കുകയാണെങ്കില. എന്നിട്ട് ഈ ഉമ്മ കൊടുത്തത് ഇങ്ങനെ ഓർത്ത് സന്തോഷിക്കുകയാണ്. ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.